ഹായ് ഫ്രണ്ട്സ്, ഞാൻ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങൾ മുന്നിൽ കൊണ്ടുവരിക, ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അതിനു മുമ്പ് ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? എന്ത് എനർജിയാണ് നിങ്ങളുടെ ബന്ധത്തെ ബാധിക്കുന്നത്? ഡബിൾ കാർഡ് വന്നിട്ടുണ്ടല്ലോ. എന്ത് അഡ്വൈസാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്? എന്താണ് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ? ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്സ്, സിക്സ് ഓഫ് വാണ്ട്സ്, ഹൈ പ്രിസ്റ്റസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്ന ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഒരു കപ്പ് സ്നേഹവുമായിട്ട്, അത് ഒരുപാട് സ്നേഹവുമായിട്ട് നിങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അവർ വേണം, അവരെ സ്നേഹിക്കണം, അവരെ അത്രയ്ക്ക് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം നിങ്ങളൊരു പുതിയ തുടക്കം വേണം, നല്ലൊരു മാറ്റം ഇനി ലൈഫിൽ ഉണ്ടാവണം, അവരോടൊപ്പം വളരെ ഹാപ്പിയായിട്ട് സ്റ്റേബിളായിട്ട് ജീവിക്കണമെന്നാണ് നിങ്ങളിങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് ഈ റിലേഷൻഷിപ്പ് പോകണം എന്നാണ് നിങ്ങൾ അത്രയും ആഗ്രഹിച്ച് കൊതിച്ച് നിൽക്കുന്നത്. ആന്തരികമായി നിങ്ങളെ ബന്ധത്തെ ബാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്ന ചാരിയറ്റ് കാർഡാണ്. ഇതൊരു ചോയ്സിന്റെ കാർഡാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ രണ്ട് ചോയ്സ് ഉണ്ട്. അതായത് ആ വ്യക്തിക്ക് രണ്ട് ചോയ്സാണ്. ഇപ്പം നിങ്ങളും ഉണ്ട്, മറ്റൊരു ആളും ഉണ്ട്. ഇവിടെ ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അതിപ്പോൾ തേർഡ് പാർട്ടി ആരുമാവാം, പാരൻസോ, റിലേറ്റീവ്സോ, ഫ്രണ്ട്സോ, അങ്ങനെയും ആവാം. ഒൺലി എക്സ്ട്രാ മാരീഡ് മാത്രമല്ല. തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തെ അത് സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാരിയറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ചോയ്സിൻ്റെ കാർഡാണ്. രണ്ട് സിറ്റുവേഷൻ ഉണ്ട്, രണ്ട് സാഹചര്യത്തെയും കൂടെ നിങ്ങളുടെ വ്യക്തി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിലും പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബ പ്രശ്നങ്ങളായാലും പരസ്പര ഒരു സ്നേഹബന്ധത്തിലും എല്ലാം ഒരു വിള്ളൽ വീഴാൻ കാരണം ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അത് ചിലപ്പം റിലേറ്റീവ്സ് ആയാലും പാരൻസ് ആയാലും അവർ നിങ്ങൾക്ക് ഇടയിൽ വന്ന് വേണ്ട, ശരിയാവില്ലെന്ന് പറയുന്നുണ്ടാവാം. കുറച്ച് പേർക്കൊക്കെ അല്ലാത്ത തേർഡ് പാർട്ടി തന്നെ ആയിരിക്കാം. അവർ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ അറിഞ്ഞിട്ടായിരിക്കാം. ചിലപ്പോൾ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റോ ഒക്കെ നടന്നിട്ടുണ്ടാവും. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റേബിളായിട്ടൊരു ഹാപ്പിനെസ്സോ സ്നേഹമോ ഇല്ല. നിങ്ങൾ ഒരുപാട് ഇവിടെ കൊതിച്ച് നിൽക്കുകയാണ്, സ്നേഹവും വച്ച് അത്രയും നിങ്ങൾ അവരെ അത്രയ്ക്ക് ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് അവരോടൊപ്പം ഇനിയും മുന്നോട്ട് പോകണം, അവർ തന്നെ വേണം, അവരെ ഇങ്ങനെ നിങ്ങൾ ചെയ്തത് അത്രയും സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുകയാണ്. എന്നാൽ അവർക്കിവിടെ രണ്ട് ചോയ്സ് ഉണ്ട്. നിങ്ങളും വേണം, അവരെയും അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ചെയ്യാൻ അവർ ശ്രമിക്കുന്നു. കാരണം ഒരു ചോയ്സ് അവർ സെലക്ട് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ 7 ഓഫ് സോർഡ്സ് ആണ്. അതായത് അവർ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെച്ച് ഒളിച്ച് പല കാര്യങ്ങളും നിങ്ങളെ അറിയാതെ അവർ ചെയ്യുന്നുണ്ട്. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരണം. നിങ്ങളോട് സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായും ഇരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർ നിങ്ങളെ അറിയാതെ പല കാര്യങ്ങളും ഒളിച്ചു വെച്ച് ഹൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തെ ബാധിക്കുന്നതും. അവരിവിടെ ഒരു ചോയ്സും എടുക്കുന്നുമില്ല. പിന്നെ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചോദിച്ചപ്പോൾ ഇവിടെയും ചോയ്സിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെയും ചോയ്സ് ഉണ്ട്. ഇത് ചാരിയറ്റും വന്നിട്ടുണ്ട്. ഇവിടെയും 2 ഓഫ് സോർഡ്സ്. കണ്ണ് കെട്ടി ഹാർട്ട് ചക്രയൊക്കെ മറച്ചു വെച്ചിരിക്കണം അവിടെ. കാരണം അവരുടെ സ്നേഹം അവർക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് അവിടെ രണ്ട് ചോയ്സ് ഉണ്ട്. എന്ത് എനർജിയാണ് നിങ്ങളുടെ ബന്ധത്തെ ബാധിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഡബിൾ കാർഡ്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി നിങ്ങളുടെ ബന്ധത്തിൽ വളരെ ഇൻഫ്ലുവൻസ് ആയി നിങ്ങളുടെ ലൈഫിനെ തകിടം മറിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ അവരുടെ മനസ്സിൻ്റെ അഡിഷൻസ് ആയിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ടെംപ്റ്റ് അഡിഷൻസ്, മദ്യപാനം, പുകവലി, അതൊക്കെ അങ്ങനെയുള്ളവരും കുറച്ച് പേരൊക്കെ ഉണ്ടാവും. കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി ഇവിടെ വളരെ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. ചോയ്സിൻ്റെ കാർഡും ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർ പെട്ട് നിൽക്കുകയാണ്. ഇവിടെയും കണ്ണ് കെട്ടിയ അവസ്ഥയാണ്. അവർക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. കുറച്ച് പേർക്കൊക്കെ ഫാമിലി ആയിരിക്കാം, പാരൻസ് ആയിരിക്കാം നിങ്ങളെ ചൂസ് ചെയ്യേണ്ട, വേണ്ട, നിങ്ങൾ ശരിയാവില്ല എന്ന് പറയുന്നുണ്ടാവും പാരൻസ്. ചിലപ്പോൾ റിലേറ്റീവ്സിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ഇടയിൽ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങളും പറഞ്ഞ് അതിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി അത് ചിലപ്പം ഇൻഫ്ലുവൻസ് ആയി അങ്ങോട്ട് പോകുന്നുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്ന ലവേഴ്സ് കാർഡാണ്. ബ്യൂട്ടിഫുൾ കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരും. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. കാരണം ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഒക്കെ തന്നെയാണ്. ഇതുവരെ നിങ്ങളോട് അങ്ങനെയൊക്കെ ഒരു
സ്നേഹവും നിങ്ങളെ ചോയ്സ് എടുക്കാതെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച് അത്രയും സ്നേഹവുമായിട്ട് ഒരു പുതിയ മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും യൂണിവേഴ്സ് ഗൈഡൻസ് നൽകുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ്. ഇവിടെയും ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. ഹാപ്പി ഫാമിലിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഹാപ്പിനെസ്സും സന്തോഷവും ഒത്തൊരുമയും ഒക്കെ വരും എന്നാണ് യൂണിവേഴ്സും പറയുന്നത്. ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ ഒരു മാറ്റം വരും. ഈ നിങ്ങൾ തമ്മിലുള്ളതൊക്കെ ഒരു സോൾ കണക്ഷൻ തന്നെയാണെന്നാണ് പറയുന്നത്. ഏസ് ഓഫ് വാൺസും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു മാറ്റം ഉണ്ടാവും, ഒരു പുതിയ ഒരു ആക്ഷൻ ഉണ്ടാവും, ന്യൂ ബിഗിനിങ്സ് എന്തായാലും വരും എന്നാണ് കാണിക്കുന്നത്. ഹൈപ്രിസ്റ്റസും വന്നിട്ടുണ്ട്. ഹൈപ്രിസ്റ്റസ് എന്ന് പറയുമ്പോഴേ ഒരു ചില കാര്യങ്ങൾ സീക്രട്ടാണ്, പല കാര്യങ്ങളും മറച്ചു വെച്ച് ഇവിടെയും വന്നിട്ടുണ്ട്. 7 ഓഫ് സോർട്സും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ടും ഏകദേശം പല കാര്യങ്ങളും അവർ നിങ്ങളെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിട്ടായിരിക്കാം. ചിലപ്പോൾ മേ ബി ചില സെപ്പറേഷനോ ചില കോൺഫ്ലിക്റ്റോ ഒക്കെ വന്നിട്ടുണ്ട്. അത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണെന്ന് കേട്ടപ്പോൾ വന്നിരിക്കുന്ന 6 ഓഫ് സോർട്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ തിരമാലകൾ അത്രയും ഒരു ശക്തമായി ഇത്രയും ദിവസം നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് അത്രയും വേദന സങ്കടം അങ്ങനെ ഒരു സ്ട്രെസ്സിലൂടെ നിങ്ങൾ കടന്നു പോയെങ്കിൽ ഇവിടെ വളരെ ശാന്തമായ ജലാശയമാണ്. അതായത് ഈ തിരമാലകളെല്ലാം അടങ്ങി ശാന്തമാകും നിങ്ങളുടെ ലൈഫ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സ്ത്രീ കുനിഞ്ഞ് ദുഃഖത്തോടെ ഇരിക്കുന്നത് കൊണ്ട് അതെല്ലാം മാറും. ആ പാസ്റ്റിനെ എല്ലാം വിട്ടിട്ട് പുതിയൊരു ഫ്യൂച്ചർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നടക്കും. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ കേട്ടപ്പോഴാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം ഉണ്ടാവും. ആ പാസ്റ്റ് എല്ലാം മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ പുതിയ തുടക്കം അത്രയും സ്നേഹവുമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ ഒരു മാറ്റം വരും. ഈ പുതിയ തുടക്കം ഉണ്ടാവും. ആ പഴയ ദുഃഖങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്ന് നോക്കാം. നമുക്ക് അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കാർഡുകൾ എടുക്കുന്നുണ്ട്. റിക്കവറി, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി, പീസ്ഫുൾ റെസൊല്യൂഷൻ. വാവ്. അപ്പോൾ ഏഞ്ചൽസ് നൽകുന്നത് റിക്കവറി എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ റിക്കവറായി വരും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു റിക്കവറി ഉണ്ടാവും, ആ മാറ്റം വരും. ഇവിടെയും പുതിയ തുടക്കം കാണിച്ചത് കൊണ്ട് തന്നെ ഹാപ്പി ഫാമിലിയും വന്നപ്പോൾ സെയിം അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങളുടെ ലൈഫ് റിക്കവറായി വരും എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത്. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം തുറന്ന് ക്ലിയറായിട്ട് ശാന്തമായിട്ട് പറയുക. അതിനെന്ന് പറഞ്ഞ് വഴക്കിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല നമ്മൾ. കാരണം നമ്മൾ അത്രയും വഴക്കിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ എനർജി തന്നെയാണ് അവിടെ ലോസ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നോട് നിൽക്കണമെങ്കിൽ സ്നേഹമായിട്ടും റെസ്പോൺസിബിളായിട്ടും ഒരു പെർമനൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക എന്ന് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് വളരെ ക്ലാരിറ്റി ആയിട്ട് ക്ലിയർ ആയിട്ട് പറയാനാണ് ഏഞ്ചൽസ് പറയുന്നത്. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് പീസ്ഫുൾ റെസൊല്യൂഷൻ. അത് തന്നെയാണ് ഹാപ്പി ഫാമിലിയും പീസ്ഫുൾ റെസൊല്യൂഷൻ റിക്കവറി എല്ലാം വരുന്നത് പോസിറ്റീവ് കാർഡ്സാണ്, വളരെ പോസിറ്റീവ് കാർഡ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഏതവസ്ഥയിലായിക്കോട്ടെ തീർച്ചയായിട്ടും അതിലൊരു മാറ്റം ഉണ്ടാകും. വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ മാറ്റം ഉണ്ടാവും. എന്നാൽ അതിന് നിങ്ങൾ വളരെ ശാന്തമായിട്ട് തന്നെ സമാധാനമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.